ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ ഞാൻ ഒരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ചോറിന് വെള്ളം വെക്കുക ചെയ്യുക. കാരണം ഇവർക്ക് രണ്ടാൾക്കും ലഞ്ച് ബോക്സ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് അതാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വേറൊരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, എനിക്ക് എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ്. അതെല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ കുറേ ആളെയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ. രാവിലെ എഴുന്നേറ്റ് വന്നതോടെ ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ പുറത്തേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിക്കും. പിന്നെ വെള്ളം നിറയാനൊക്കെ ആയാലേ ഞാൻ അറിയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പൊതുവെ എന്തോ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം എല്ലാവരും അങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് ഇനി ഞാൻ അടുപ്പിലാട്ടോ ചോറ് വെക്കുക. ഞാൻ ഇനിയൊരു റൈസ് കുക്കറൊക്കെ വാങ്ങി സെറ്റ് ചെയ്യണം. അതുവരെ ഞാൻ അടുപ്പിലാണ് വെക്കുക. അടുപ്പിൻ്റെ സൈഡിലുള്ള കുറേ കാട്ടങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. അത് അപ്പോഴുടെ കലാവിരുദ്ധമാണ്. അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി കൊണ്ടുവന്നിട്ടതാണ് എനിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കൂലേ, അത് ഇവർക്ക് ഇഷ്ടമാട്ടോ. അബിയേട്ടനവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ അടുക്കള ഭയങ്കരമായിട്ട് മെസ്സി ആയിരിക്കും. കാരണം ഞാൻ പെട്ടെന്ന് എല്ലാം തീർക്കേണ്ടതുകൊണ്ട്. അതുമല്ല, ഞാൻ ഇന്ന് എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാനേ ഇത്ര സ്പീഡിലെല്ലാം ഞാൻ ചെയ്തത്. ഇത് ഞാൻ 2x ഇട്ടതാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യലാണ്. അപ്പോൾ അതും തക്കാളി ഉള്ളിയും വഴറ്റി കറി ഉണ്ടാക്കലും. പിന്നെ എന്താ ചെയ്തത്, പിന്നെ മുരിങ്ങാക്കോല് വറവുമാണ് ഉണ്ടാക്കിയത്. ടൂർ പോകുന്നതിൻ്റെ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ സമയമുണ്ടായില്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്താ ചെയ്തത് എന്നുള്ളതൊക്കെ എനിക്ക് മറന്നുപോയി. അപ്പോൾ എന്താ ചെയ്യാം, ഞാൻ ചോറൊക്കെ സെറ്റ് ചെയ്ത് ദബിയാടിൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ. അപ്പോൾ അതിൽ ചോറൊക്കെ ഇട്ട് അതിൻ്റെ മേലെ തന്നെയാട്ടോ ഞാൻ വറവെല്ലാം ഇടാൻ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കഴിക്കാൻ ആ ചോറിന് വറവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ. പണ്ടല്ല എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയിലൊക്കെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. ലഞ്ച് ബോക്സിലൊന്നും കൊണ്ടുപോകാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അപ്പുവേട്ടൻ കുളിക്കാൻ വേണ്ടി പോക്കാണ്. ആ സമയത്താണ് ഞാൻ എല്ലാം എടുത്ത് വെക്കലും ചെയ്യുക. ഇവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാനെല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. അങ്ങനെ രണ്ടാളെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വെക്കലാണ്. രണ്ടാൾക്കും ഒരേപോലെ പാക്ക് ചെയ്ത് ടേബിളിൽ അങ്ങ് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാളും എടുത്ത് വെച്ചോളും. പിന്നെ തലേ ദിവസം ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ കഴുകിയിട്ടതാണ്. ഉണങ്ങിയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് വലിയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ നല്ലോണം തീരുമാനമായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം 2 ദിവസം എന്തായാലും എടുക്കും ഉണങ്ങാൻ തന്നെ ആയിട്ട്. അപ്പോൾ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ ചായ കൊടുത്ത് അവരൊക്കെ പോയി. ആ സമയത്താണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയത്. ഞാൻ പിന്നെ TV കണ്ടുകൊണ്ടാട്ടോ. പൊതുവെ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടോ ആണ് എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം. എന്താണെന്നറിയില്ല, അത് പണ്ട് കുറച്ച് ഫോൺ കിട്ടിയപ്പോൾ മുതലുള്ള ഒരു ശീലമാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേനും പിന്നെ TV കണ്ടുകൊണ്ടായി ഫോൺ നോക്കല്. യൂട്യൂബിൽ എന്തെങ്കിലും വെച്ച് കാണും. TV യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും കാണും. എനിക്ക് പൊതുവേ നമ്മൾ ഈ ASMR വീഡിയോസില്ലേ, സ്പൈസി ASMR, അങ്ങനെ ഫുഡിൻ്റെ ചെയ്യുന്ന ASMR വീഡിയോസില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. കാരണം നമ്മളുടെ അടുത്ത് പുളിങ്കറി ആണെങ്കിലും നമ്മളതിൽ ചിക്കൻ കാണുമ്പോൾ നമുക്കൊരു സമാധാനത്തോടെ കഴിക്കാം. പിന്നെ ഞാൻ അലക്കലാണ്, പുറത്തുനിന്നാണ് അലക്കുക. ഞാൻ ഇന്ന് രാവിലെ പുറത്ത് അലക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു പാമ്പിനെ കണ്ടു. അതുകൊണ്ട് സ്പോട്ടിൽ ഞാൻ ഓടി വന്ന് കൈ കൊണ്ട് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ ആട്ടോ തുണിയൊക്കെ കഴുകിയിട്ടത്. ഇപ്പം ഇനി എനിക്ക് അവിടെ പോകാൻ ഇനി ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ കുറേ ഒന്നും അലക്കാനുണ്ടായില്ല, ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അലക്കമൊക്കെ കഴിഞ്ഞ് പല്ല് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഫുഡ് കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിന് ശേഷം അലക്കിയത്. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാട്ടോ. ഉച്ചക്കത്തെ ഫുഡ് ഞാൻ താഴേന്നാണ് അധികം കഴിക്കുക. കാരണം ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ താഴേന്നാണ് അധികമായിട്ടും കഴിക്കാറ്. താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയേട്ടൻ്റെ ആപ്പൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ അവരൊക്കെ കൂടി ഇരുന്നിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയി. നമ്മുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തതൊരു വലിയ പരിപാടി കേട്ടോ. ഈ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. എനിക്കിപ്പോൾ 3 ആളത് പാക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എൻ്റെത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതുങ്ങളെ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നമുക്കൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്താലോ, ടൂർ പാക്കിങ്ങിൻ്റെ ബാഗ് പാക്കിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ച് വേണ്ട, എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ടോട്ടൽ 4 ജോഡി ഡ്രസ്സാണ് എടുക്കുന്നത്. 1 ഇട്ടിട്ട് പോകാനും പിന്നെ നമുക്ക് അവിടെ പിന്നെ രാത്രി ആകുമ്പോഴേ നമ്മൾ റിസോർട്ടിലേക്ക് പോകുള്ളൂ. അപ്പം അവിടെ പോയിട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ട്. അതും പിന്നെ അത് കഴിഞ്ഞ് മാറ്റാനുള്ളൊരു ഡ്രസ്സും അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരാനുള്ളൊരു ഡ്രസ്സ്. അങ്ങനെ 4 ജോഡി ഡ്രസ്സാട്ടാ. ഇട്ടതും കൂട്ടിയിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നതും കൂട്ടിയിട്ട് ഒരു 4 ജോഡി ഡ്രസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊതുക് അടിച്ചു വീസിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഈ ബാഗിലാണ് ഞാനെല്ലാം എടുക്കുന്നത്. ഞാൻ എന്തൊക്കെയോ കഴിഞ്ഞ ട്രിപ്പിന് പോയിട്ട് ഇതിലെന്തൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങൾ ബാക്കിയുണ്ട്. എൻ്റെ മൂവ് മെയിനായിട്ട് ഇത് ഇല്ലാണ്ട് പറ്റൂല, കാരണം എനിക്ക് ഓൾറെഡി കാലുവേദനയാണ്. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. അപ്പം മൂവുണ്ട്. അപ്പം മൂവ് നമുക്ക് ഫസ്റ്റായിട്ട് എടുത്തു വെക്കാം. മൂവ് നമുക്ക് എന്തായാലും എടുത്തു വെക്കാം. ഇതെന്തായാലും ബാഗിൽ നിന്ന് എടുക്കാത്ത ഇരിക്കുന്നതാണ് നല്ലത്, കാരണം ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകുമ്പോൾ എനിക്ക് എന്തായാലും ഇത് വേണ്ടി വരും. അതുകൊണ്ട് ഇതെടുത്ത് മാറ്റി വെക്കണ്ട, ഇതെന്തായാലും എടുക്കാം. പിന്നെ എൻ്റെ ടാബ്ലറ്റ് എടുത്ത് വെക്കണം. പിന്നെ വരുന്നത് എനിക്ക് സത്യത്തിലില്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ, ബാഗെല്ലാം എടുത്തു വെക്കും. എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം എടുത്ത് വെച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബാഗിനെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതിൽ നിന്നുള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിട്ട് അന്ന് തന്നെ വാഷ് ചെയ്തിട്ട്, പക്ഷെ ബാക്കി എന്തെല്ലാം സാധനം ഉണ്ടോന്നൊന്നും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം പൈസ കിട്ടി ഗൈസ്. ഇങ്ങനെ എല്ലാ ബാഗും തുറക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലേ. അപ്പോൾ എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഇട്ട് വെക്കാം കേട്ടോ. എന്നെ കൊണ്ട് വയ്യ, അയ്യോ ഞാൻ കൂടി ശരിയായി ഗൈസ്. അപ്പം ഇതും അതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. ഈ പേഴ്സിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ക്യാഷ് വേണ്ട ഗൈസ്. എനിക്ക് എൻ്റെ ATM എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പൈസേൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ എടുത്ത് വെച്ചേക്കാം. ATM ഉദ്ദേശിച്ചാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പേഴ്സ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഷോ ഓഫ് കാണിക്കാനായിട്ട് മണ്ണേടെ പോലെയുണ്ട്. എൻ്റെ കോലം നോക്കിയിട്ട് ഇങ്ങനെ എന്തോ ഒരു വൃത്തിയേടായിരിക്കുന്ന പോലെ തോന്നും. അപ്പം കൂളിംഗ് ഗ്ലാസിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. ഇത് നമുക്ക് വെറുതെ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ഏറ്റെടുത്ത് വെക്കാം. വെറുതെ ഇരുന്നോട്ടെ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ ഇട്ടിട്ട് പോകാൻ പോകുന്ന ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പം നമ്മൾ രാവിലെ എന്തായാലും ഇപ്പോഴേ എടുത്ത് വെച്ചില്ലേ ശരിയാവില്ല. നാളെ ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഒക്കെ പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രാവിലെ എടുത്ത് വെക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ പോകുമ്പോൾ നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങും. എല്ലാവരോടും 4:30 പറഞ്ഞിട്ടുള്ളത്, കാരണം അല്ലെങ്കിൽ എന്നാലേ എല്ലാവരും ഒരു 5 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങും. അതുകൊണ്ട് 5 മണി പറഞ്ഞിട്ടുണ്ട്, അല്ല 4:30 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ജീൻസും ഈ ഒരു ഫുൾ സ്ലീവ് വരുന്ന ഒരു ടീഷർട്ടോട്ടാണ് ഇടുന്നത്. ഫുൾ സ്ലീവ് വരുന്ന ബ്ലാക്ക് കളർ ടീഷർട്ട്. ചൂടെടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാട്ടെ ഇടുന്നത്. ഈ ഒരു ടീഷർട്ടും ഈ ഒരു ജീൻസും. അപ്പം ഇത് നമുക്ക് ആദ്യം മടക്കി സെറ്റാക്കി വെക്കണം. ഇത് പിന്നെ പോകുമ്പോൾ ഇടുന്നതായതുകൊണ്ട് പ്രശ്നമില്ല, കാരണം എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഓവർ തണുപ്പ് ഇപ്പായിട്ട് സഹിക്കാൻ പറ്റില്ല, കാരണം കാലുവേദന. എനിക്ക് തണുപ്പടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കാലുവേദനേൻ്റെ ഇത് വരും, എന്നാണെന്നറിയില്ല. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള തന്നെ ഇടാം. അതുകൊണ്ട് ഞാൻ ഈ ജീൻസ് എടുത്തത്. അതുകൊണ്ടപ്പോൾ ഈ ജീൻസും ഇതിടാം. ഈ ജീൻസ് എത്ര വർഷമായി എന്നറിയാം ഞാൻ വാങ്ങിയിട്ട്. ഞാൻ പണ്ട് വാങ്ങിയതാണ്. ഇത് സൈസ് എത്രയാണെന്ന് അറിയാം. ഞാനിത് സൈഡ് ഫുള്ള് ടക്കിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ പാൻറ്റ് ഞാൻ വാങ്ങിയത് എത്രയോ വർഷം മുന്നെയാണ്. ഒരു 3 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. 3 വർഷമായിട്ടായി ഞാൻ ഈ ജീൻസ് വാങ്ങിയിട്ട്. പണ്ടത്തെ എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗി ജീൻസ് അപ്പോഴാകുമ്പോഴല്ലേ വൈറലായത്, കുറച്ചും കൂടി എല്ലാവരും അറിഞ്ഞ് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴല്ലേ. അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗി ജീൻസ് നമ്മൾ വലിയ സൈസ്, അതായത് നമ്മളെ സൈസിലും എത്രയോ വലിയ സൈസ് എടുത്തിട്ട് സൈഡ് ടക്ക് ഇടുന്നതാണ് ബാഗി ജീൻസ് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ബാഗി ജീൻസ് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായുള്ള ഒരു സൈസ് ഉണ്ട് എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് 38 സൈസാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ട് എനിക്ക് ഭയങ്കര വലുതായിരുന്നു. അപ്പം അതെടുത്ത് നോക്കാം. ഇപ്പം ടക്കലിട്ടപ്പോഴത്തേനും അത് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഈ ടീഷർട്ടും കണ്ടോ, പൂക്കി ഇതെന്തോ മിക്കി ഈ ടീഷർട്ടും ഈ ഒരു 3/4 പാൻറ്റ്, ഈ ട്രൗസർ എന്ന് പറയാം നമുക്ക്. ഈ സാധനമാണ് നമ്മൾ ചെറുതാട്ടാ, ഇതാ ഇത്രയേ ഉള്ളൂ. ഇതുമാണ് നമ്മൾ പൂളിൽ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത്.
പൂളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തത്. പൂളും പിന്നെ കുറേ ഗെയിംസൊക്കെ ഉള്ളൊരു നമ്മളെ ഷട്ടില് പിന്നെ ക്യാരംസ് അതെല്ലാം കണ്ടിട്ടാണ് സത്യത്തിൽ നമ്മൾ റിസോർട്ട് തന്നെ ബുക്ക് ചെയ്തത്. അവസാനം ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ അതൊന്നും ഇല്ലെങ്കിലായിരിക്കും അവസ്ഥ. കാരണം നമ്മൾ പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ അടുത്തുള്ളതെല്ലാം വലിയതായതുകൊണ്ട് നമ്മളെന്തായത് എല്ലാവരും കൂടിയിട്ട് പൂളിലിറങ്ങാനായിട്ട് നമ്മളെ ഡ്രസ്സ് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂളില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. എന്തായാലും പൂളുണ്ടാവും, പൂളില്ലാണ്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല. പക്ഷെ എന്നാലും അപ്പം പൂളിലേക്ക് ഇടേണ്ട ഡ്രസ്സും ഇതൊപ്പരം അങ്ങ് വെക്കാം. എൻ്റെ ഡ്രസ്സ് മാത്രം വെച്ചാൽ പോരാ, അവരെല്ലാവരെയും ഡ്രസ്സ് വെക്കണം. എനിക്ക് എൻ്റെ ബാഗിൽ തന്നെ, ചിലപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ തന്നെ ആയിരിക്കും വെക്കുക. അപ്പം എൻ്റെത് ആദ്യം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ രാത്രി പൂളിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടീഷർട്ടും ഇത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, ഇത്. കാരണം എനിക്കിത് കുറച്ച് കംഫർട്ടാട്ടോ, അതുകൊണ്ടാട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. എന്നോട് അഭിയോട് പറഞ്ഞതിലും ഓവറായിട്ട് നീ എക്സൈറ്റഡ് കാണിക്കണ്ട. ഓവറായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് എപ്പോഴും പണി കിട്ടുന്ന പരിപാടി. കാരണം അല്ലെങ്കിൽ എനിക്ക് കാലുവേനെടുക്കും, എനിക്ക് കൈവേനെടുക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഓവറായിട്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഓവറായിട്ട് ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ അപ്പം അതും സെറ്റായി. അപ്പം എൻ്റെ 3 ജോഡി അതിശേഷം ഇങ്ങോട്ട് നമ്മൾ തിരിച്ച് വരാൻ നേരം, അതായത് 2ാമത്തെ ദിവസം, 2 ദിവസത്തെ ട്രിപ്പല്ലേ. അപ്പോൾ 2ാമത്തെ ദിവസം ഈ ഒരു ടീഷർട്ടും ഇതുകൊണ്ട് ഞാൻ എഴുതിയ പരി ചന്ദനം മണക്കില്ല, ഈ ഒരു ടീഷർട്ടും പിന്നെ ഈ ഒരു ജോഗറാണ് വന്നിരുന്നത്. ഇതെല്ലാം എൻ്റെ പുതിയതാണ് കായ്സ്. അപ്പോൾ ഈ ടീഷർട്ട് ഈ ജോഗറും കൂടി ഇടാം. എല്ലാത്തിൻ്റെയും ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതെല്ലാം ഞാൻ അപ്പം കാണിച്ചു തരേ. അപ്പം ഇതും കൂടി ഇടാം. അപ്പം ഇതും പെർഫെക്റ്റ് സെറ്റ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിത് രണ്ടും ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഈ ജോഗർ ഈ ടീഷർട്ട് നല്ലോണം ചേരുന്നുണ്ട്, അത് നല്ലോണം ഇഷ്ടമായി. ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയതല്ല സത്യത്തിൽ ഈ ജോഗർ. ഞാൻ വേറൊരു ടീഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും ആ ടീഷർട്ട് ഞാൻ വെള്ളത്തിലിട്ട സമയത്ത് വേറൊരു ഡ്രസ്സിൻ്റെ കളർ വന്ന് പിടിച്ച് ആകപ്പെടക്കുളമായി ഗൈസ്. അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതിട്ടപ്പോഴത്തേനും അതിനേക്കാളും ഭംഗിയുണ്ട് ഈ ടീഷർട്ട്. അതിൻ്റെ കൂടെ ഇട്ടപ്പോഴത്തേനും നല്ല രസമുണ്ട്. ഞാൻ വെച്ച് ഇതിടാണ്. അപ്പോൾ ഇതിങ്ങനെയായി. പിന്നെ ഇന്നർ വെയറൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നർ വെയറൊക്കെ ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഒരു പാക്കറ്റിൽ സെറ്റാക്കി കഴിഞ്ഞാൽ റെഡിയായി വെച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഒരു 4 ജോഡി വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കവറിലാട്ടോ ഇട്ട് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എക്സ്ട്രാ ഒരു കവർ, എക്സ്ട്രാ ഒന്നല്ല ഒരു 2 കവറെങ്കിലും എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വേർപ്പ് വന്ന ഡ്രസ്സും നമ്മൾ പിന്നെ ഇടാൻ പോകുന്ന ഡ്രസ്സും കൂടി ഒരുമിച്ചിട്ടാൽ സെറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പിന്നെ സെപ്പറേറ്റ് എടുക്കാൻ വെച്ചിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഒരു 2-3 കവറും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ടേ. അപ്പോൾ അതും കൂടി വെക്കാം. നമ്മളൊന്നും ബാഗിൽ ഇപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കൊരു സൈഡിലായിട്ടില്ല വേറെ വെക്കാം. അതിന് ശേഷം പിന്നെ വരുമ്പോൾ ഇടേണ്ട ഡ്രസ്സ് എല്ലാം വൃത്തിക്ക് മടക്കി വെച്ചാലേ സെറ്റ് ആവുള്ളൂ. അതിന് ശേഷം നമുക്ക് അടന്നിടേണ്ട അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് മെയിനായിട്ട് എൻ്റെ ബോഡി ലോഷൻ ആട്ടോ. ഇതെന്തിനാണ് ഞാൻ എടുക്കുന്നത്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ആ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇച്ചിങ് വരും. അതായത് എനിക്കിങ്ങനെ ചൊറിയുന്ന പോലെ ഫീൽ ചെയ്യും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അതും അവിടെ തണുപ്പായിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല. എൻ്റെ അമ്മ മിനിയാന്ന് പോയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല തണുപ്പാണ്, പിന്നെ ഭയങ്കര തണുപ്പാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഈ മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്. ഇതെടുത്തില്ലെങ്കിൽ സെറ്റ് ആവില്ല. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നുണ്ട്. പുട്ടിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പോൾ ഞാൻ എൻ്റെ ഈ പൗച്ചിലാട്ടോ ഇടുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്നറിയാം, കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പൗച്ചിലാട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ എന്തെല്ലാം എടുക്കുന്നത് കാണിച്ചു തരാം. ആദ്യമായിട്ട് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ വലിയ എന്തോന്ന് കേൾക്കുമ്പോൾ ഒരു തേങ്ങയല്ല, ലിപ്സ്റ്റിക്ക്. എൻ്റെ 3 ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ലിപ്സ്റ്റിക്ക് ഒന്നുമല്ല, ഇത് ലിപ്സ്റ്റിക്കാണ്, പക്ഷേ സിന്ദൂരായിട്ട് ഇടാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് 3 2 ലിപ്സ്റ്റിക്ക്. എന്താ
ഒന്ന് എൻബേബേൻ്റെ ഒന്ന് ലാക്മേൻ്റെ ഒരു 2 ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാം. പിന്നെ ഇതൊരു സിന്ദൂരാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെല്ലപ്പള്ളി ഇടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എടുക്കും. ഞാൻ എന്തായാലും എക്സ്ട്രാ എല്ലാ സാധനങ്ങളും എടുക്കും. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്തെല്ലാം എനിക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാരണം എന്തായാലും ഞാൻ മുടി അയച്ചിടാൻ പോകുന്നില്ല. മൊത്തത്തിൽ വാരി ഇങ്ങനെ കെട്ടുക ചെയ്യുള്ളൂ. അപ്പം ഈ ഒരു ക്ലിപ്പും പിന്നെ ഈ ഒരു ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കാര്യമാണ് ചിലപ്പോൾ പൊട്ടിപ്പോകും. പിന്നെ ഈ ഒരു സാധനം, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 2 സാധനങ്ങൾ. ഒന്നിതും ഇത് രണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹെയർ സെറ്റിംഗ് ജെല്ലും ഇത് ഹെയർ സെറ്റിംഗ് സ്പ്രേയുമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വണ്ടിയിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത്രയ്ക്കും പാറി നിൽക്കുന്ന ടൈപ്പ് ഒരു വൃത്തികെട്ട മുടിയാണ് ഞാൻ എൻ്റെ മുടീനെ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. എനിക്ക് അത്രയ്ക്കും പറ്റില്ല എൻ്റെ മുടീനെ എങ്ങനെ വെച്ചാൽ നിൽക്കില്ല. കാരണം ഇത്ര പോലെ ഉള്ളൂ എങ്കിലും വൃത്തിക്ക് നിൽക്കില്ല. അതൊരു മെയിൻ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് രണ്ടും എൻ്റെ മുടി ഒതുക്കാനായിട്ടുള്ള 2 സാധനങ്ങളാണ് ഇത് രണ്ടും. പിന്നെ ഐലൈനർ, ലാക്മേൻ്റെ ഐലൈനർ. പിന്നെ പെർഫ്യൂം. ഇത് എൻ്റെ ബ്രദർ എനിക്ക് കല്യാണത്തിന് കസ്റ്റമൈസ് ആയിട്ട് ആക്കി തന്നെയാട്ടോ. ഏതെല്ലാം അന്ന് എനിക്കറിയില്ല. നല്ല മണമുണ്ട്. കുറച്ച് ഡാർക്ക് സ്മെല്ലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷെ കുറച്ച് നല്ല ഡാർക്ക് സ്മെല്ലാണ്. അങ്ങനെ നിത പെർഫ്യൂംസിൻ്റെ ആട്ടോ. നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് വാങ്ങിയതാണ്. നിത പെർഫ്യൂംസ് ആണ് ഫേമസ് അത്. അപ്പോൾ ഇത് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടെടുത്ത് വെക്കാം. മേ ബി ആർക്കെങ്കിലും ആവശ്യം വന്നാലും വെച്ചിട്ടൊരു പൊട്ടെടുത്ത് വെക്കാം. കാരണം ഞാൻ എന്തായാലും ഇടാൻ പോകുന്നില്ല. അപ്പം എന്തായാലും ഒരു പൊട്ടെടുത്ത് വെക്കാം. പിന്നെ അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ വെക്കാറുള്ളൂ. പിന്നെ ഒരു കാജലുണ്ട്. കാജലിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഇതിലിട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പം പൗച്ചും സെറ്റായി. ഇനി വേറൊരു സെറ്റ് ഉണ്ട് എൻ്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാഗിലേക്ക് വെക്കാം കേട്ടോ. ഇനി ഞാൻ നാളെ പോകുമ്പം ഈ ബാഗായിട്ട് എടുക്കുക. ഒരു സൈഡ് ബാഗ് നമുക്ക് കുറച്ച് കയറ്റിയിട്ട് എടുക്കാം. ഇതാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു ബാഗ്. പിന്നെ വേറെ ബാഗ് ഉണ്ടോ? ഇതിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ്. ഈ ബാഗ് എടുക്കാൻ പോകാം. ഇതിലും കൂടി നോക്കി നോക്കട്ടെ എന്തെങ്കിലും പൈസ ഉണ്ടാവും. ചിലപ്പോൾ പറയാമില്ല, എൻ്റെ കാര്യമായിട്ട് ചിലപ്പോൾ പൈസ ഉണ്ടാവും. എവിടെയും വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിലൊന്നുമില്ല. പിന്നെ ഇതിന് ശേഷം ഇങ്ങനെ മൂന്ന് സത്യം കാരണം അടച്ചു തിരിച്ചടച്ചു കൂടി കിട്ടില്ല. കാരണം ഇതിനകത്ത് ഇത് പോകും. സാധനം ഈ കോഴിച്ച് മോശം ലോഷൻ ഇത് സത്യം അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ വലിയ സ്മെല്ലായിരുന്നു. ഞാൻ വാങ്ങിയ സ്മെല്ലും അത്ര നല്ല സ്മെല്ലാണ്. സ്മെല്ലിൻ്റെ നല്ല മോശമാണ്. വലിയ സമയത്തുണ്ട്, വലിയ സ്മെല്ല് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നെ. ഇത് കൂടി കുറച്ച് തന്നെ ഉള്ളൂ. കുറച്ച് തന്നെ എടുക്കാം. അല്ലെങ്കിൽ പാക്കിംഗ് എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോവുക ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അങ്ങനെ പുറത്തത്തെ ഫുഡ് നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതാക്കാമല്ലോ. കാരണം രാത്രി നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ വിചാരിച്ചു ഫുഡ് നമുക്ക് അങ്ങനെ ഇതാക്കേണ്ട, നമുക്ക് അവിടെ പോയിട്ട് അവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വൈബായിട്ടിരുന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രി അവിടെ പോയിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ അതൊക്കെ എടുത്ത് നോക്കണം. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള കൊണ്ടുപോകാനുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം എടുത്ത് വെക്കണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. എന്തായാലും ഒരു 2:30-3 മണിയെല്ലാം ആകുമ്പോഴത്തേനും എന്തായാലും എഴുന്നേൽക്കേണ്ടി വരും. എഴുന്നേറ്റാലേ സെറ്റാവുള്ളൂ. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് കഴിഞ്ഞില്ല. ഇപ്പം സത്യത്തിലൊക്കെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. എന്തായാലും പോയിട്ടരാം. അപ്പം എല്ലായിടത്തും സെറ്റായി. ഇനി ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ
നാളെ രാവിലെ എടുത്ത് വെക്കാനുള്ളതാണ്. ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. കാലുവേന വന്നപ്പോഴത്തേനും ഒറ്റ പ്രാവശ്യം കൊണ്ട് ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഈ ബാഗിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം പോകുന്നിടത്തേക്കല്ല എനിക്കിത് കൊണ്ടുപോയി നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സെറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പെട്ടെന്ന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും പെയിൻ കില്ലറായിട്ടുള്ള എൻ്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ ആ ടാബ്ലറ്റും ഇതും കൂടി ഇതിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ എനിക്ക് സീനാവും. പിന്നെ എനിക്ക് എന്താ വേണ്ട, എൻ്റെ തലവേന, എൻ്റെ എല്ലാ അസുഖങ്ങളും ഉണ്ട് കേസ്. അതുകൊണ്ട് എല്ലാം നമ്മൾ ഇതിൽ തന്നെ കരുതി വെക്കണം. പിന്നെ ഇതന്നെ, പിന്നെ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് അത് പറയാൻ പറ്റൂല. കാരണം വയനാടാണ് പോകുന്നത്. അപ്പം പോകുന്ന സമയത്ത് ഈ ചുരമെല്ലാം കയറുന്ന സമയത്തെല്ലാം എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ കണിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ടാബ്ലറ്റും കൂടി എടുത്ത് വെക്കണം. പിന്നെ എൻ്റെ ഇതെല്ലാം പെർഫെക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാം ഞാൻ പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമായി. ഇനി ബാക്കിയുള്ളവരെ ഡ്രസ്സെല്ലാം ഞാൻ കവർ എടുത്ത് നോക്കാൻ മറന്നു. ഈ കവർ അതിൽ വേണ്ട. ഇനിയിപ്പം അബിയേട്ടൻ്റെതും അപ്പോഴേൻ്റെയും ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോഴെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഏട്ടനാട്ടാ. പറയുമ്പോൾ ഫ്ലോറിൽ മനയി എല്ലാം സെറ്റാക്കി ഫിനിഷാക്കി വെച്ചു. ഇനിയിപ്പം എന്താ പരിപാടി, ഇനിയിപ്പോൾ കുളിക്കണം. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. പാത്രങ്ങളല്ല, ചോറൊക്കെ മാറ്റി വെച്ച്. ചോറൊക്കെ ഞാൻ പെട്ടെന്ന് മാറ്റി വെക്കും. അതായത് നമ്മൾ ചോറ് വെച്ച കാലത്ത് നിന്ന് പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് വരയിലേക്ക് ആക്കി വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് കഴുകി വെച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുള്ള നേരത്തെ ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ അത് ചെയ്യണം. ഇന്നിനിയിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇതിന് എന്തായാലും വിളക്ക് കത്തിക്കാൻ പറ്റില്ല. ഞാൻ എത്ര നിന്നാലും ടൈമായിപ്പോയി. നേരത്തെ വിചാരിച്ചത് അതിനും എല്ലാം ചെയ്യണമെന്ന്, പക്ഷേ ടൈമായി. ഇപ്പോൾ തന്നെ ആയി 6 സംതിങ് ആയി. അപ്പം ഇന്നിനി അതിനെന്തായാലും പറ്റൂല. അപ്പോൾ ഇനി എന്താ പരിപാടി, ഇനിയിപ്പോൾ രാത്രിയിലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കസിൻസ് എല്ലാവരും വരും. ഇപ്പോൾ തന്നെ അവരൊരു രാത്രി ആകുമ്പോഴത്തേനും എത്തും. അബിയേട്ടനൊരു 8 മണിയെല്ലാം വരും. ഏട്ടനൊരു 10 മണിയെല്ലാം വരും. 10 മണി അങ്ങനെയെല്ലാം വരും. സത്യത്തിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ നമുക്ക് രാത്രി ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാനുണ്ട്. നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ. സബ്സ്ക്രൈബ് ചെയ്ത് നിന്നിട്ട് താഴേക്ക് ഒരു ആരോ മാർക്ക് ഇങ്ങനെ കാണും. ആ ആരോ മാർക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. കുറച്ച് 2-3 ആൾക്കാർ എന്നോട് പറഞ്ഞു, എല്ലാവരും അല്ല, 2-3 ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് കയറുമ്പോൾ കിട്ടുന്നില്ലല്ലോ, ലിങ്കിൽ കയറുമ്പോൾ കിട്ടുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഓപ്ഷൻ കൊടുത്തിട്ട് താഴേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ഈ വീഡിയോ തന്നെ അത്യാവശ്യം നല്ല ലോങ് ആയി തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. അങ്ങനെ എൻ്റെ പാക്കിംഗ് വീഡിയോസൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാനൊരു ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുന്ന. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് തിന്നപ്പോഴത്തേനും ഇതെന്ത് ചെയ്യണമെന്ന് അറിയാം, ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ കുഴച്ച് വെക്കില്ല. അതായത് പുരട്ടി വെക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂട്ടി പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിപ്പിടിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊരിയുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ രാത്രിയായി നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയല കേട്ടോ. ഇതാണ് നമ്മൾ കസിനാണ്, ഇവർ രണ്ടാളും അബിയേൻ്റെ കസിൻസാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വൈബാക്കലായിരുന്നു. നാളത്തെ കാര്യങ്ങൾ ഓരോന്ന് പറയലായിരുന്നു. ഞാൻ ഇത് ഓൺ വോയിസ് ആയിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നേരെ കിട്ടുന്നില്ല. സൗണ്ടിൽ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടിടുന്നത്. പിന്നെ ഇത് ചേച്ചിയുടെ കുട്ടിയാട്ടോ, അവനാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ എന്നോട് പറയില്ല, ഈ മാമി നാളെ നമുക്ക് വീഡിയോ എടുക്കാം, യൂട്യൂബിൽ ടൂർ പോകുമ്പോൾ വീഡിയോ എടുക്കാം എന്നെല്ലാം പറയില്ല. അവൻ എന്നെ മാമി എന്നാണ് വിളിക്കുക. ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരാൾ ചേച്ചി ഇതല്ലാണ്ട്, അതും ചെറിയ പിള്ളേരെല്ലാം ചിലപ്പോൾ ബഹുമാനമുള്ള പിള്ളേർ മാത്രം ചേച്ചി എന്ന് വിളിക്കും, അല്ലാത്തവരൊക്കെ ആണെങ്കിൽ പോണേന്നെല്ലാം വിളിക്കുക. അപ്പോൾ ഇവനാണ് എന്നെ ആദ്യമായിട്ട് മാമി എന്ന് വിളിച്ചത്. അപ്പം
ഞാനും അവനൊരു തോക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതും വെച്ച് കളിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കുറേ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് കുറേ സമയം അങ്ങനെ പോയി. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ താഴെ വീട്ടിലായിരുന്നു. അങ്ങനെ മേലേക്ക് വന്നു. ഇതാണ് കേട്ടോ അബിയേട്ടൻ്റെ ഏട്ടൻ. കളർഫുൾ ഡ്രസ്സ് ഇട്ടതാണ് അബിയേട്ടൻ്റെ ഏട്ടൻ. അപ്പോൾ ഇവരെ നമ്മൾ ബാവേട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ തേങ്ങയെല്ലാം ചിരണ്ടിപ്പിക്കലാണ്. എന്ത് പറഞ്ഞാലും ചെയ്തോളൂ, പാവം. എനിക്ക് കൈകൊണ്ട് അധികം പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് തേങ്ങ ഇരട്ടി തരുമെന്ന് വെച്ചപ്പോഴത്തേനും സ്പീഡിൽ, കാരണം നമുക്ക് ചമ്മന്തി അരക്കണമല്ലോ, രാവിലെ എഴുന്നേറ്റ് ചമ്മന്തി അരക്കണം. അതുകൊണ്ട് എല്ലാം നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചമ്മന്തി അരക്കേണ്ടതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ, പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയൊക്കെ എടുത്ത് വെക്കലും കാര്യങ്ങളും എല്ലാം ആയിരുന്നു പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്